ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു ഓൾ ഇന്ത്യ പര്യടനം ഒക്കെ നടത്തിയതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. ഇന്ത്യയുടെ നിലവിലെ സ്ഥിതി നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ സാറ് ഈയിടെ നടത്തിയ ടൂറിൽ സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ അമൃത്സറിൽ പോയി, 2 അട്ടാരി ബോർഡറിൽ പോയി, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ. അമൃത്സറിൽ പോയപ്പോൾ സുവർണക്ഷേത്രത്തിൽ കയറി. അതിൻ്റെ അടുത്ത് തന്നെയാണ് ജാലിയൻ വാലാബാഗ്. നമ്മൾ ചെറുപ്പത്തിൽ നമുക്കത് ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് അത് കണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ജാലിയൻ വാലാബാഗ് കണ്ടത്. അതുപോലെ തന്നെ അട്ടാരി ബോർഡർ, വാഗ ബോർഡർ, അത് നമ്മളവിടെ ചെന്ന് അവരുടെ ആ വൈകിട്ടത്തെ പരേഡൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് നമുക്ക് വളരെ ഒരു അഭിമാനവും, ഇന്ത്യക്കാരനെന്നുള്ള അഭിമാനവും വലിയ രാജ്യസ്നേഹവും തോന്നും. ഇതാണ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്. അമൃത്സറിൽ പോയപ്പോഴാണ് അമൃത്സറിൽ പുതിയ ആം ആദ്മി സർക്കാരിൻ്റെ ഭരണം എന്തെങ്കിലും നേരിട്ട് കണ്ടോ? അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത സാറിന് ദർശിക്കാനായിട്ട് കഴിഞ്ഞ എന്തെങ്കിലും ഒരു മാറ്റം? ഞാൻ അമൃത്സറിൽ ചെന്ന ദിവസം തന്നെ അവിടെ അന്ന് ഭഗവന്ത് മാൻ സിംഗ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. അന്ന് അവിടെ ഒരു കോളേജിലെ പരിപാടിക്ക് വന്നിരുന്നതാണ്. അപ്പോൾ കോളേജ് അവിടുത്തെ ഒരു പാലസ് തന്നെ കോളേജാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെ അഭിമാനം തോന്നി. പിന്നെ അവിടെ മുഴുവൻ തന്നെ നമുക്ക് ആം ആദ്മിയുടെ വലിയ നിലയിലുള്ള ഫ്ലെക്സുകളും കാര്യങ്ങളും പരസ്യമുണ്ട്. ഞാൻ അവിടെ ചെന്ന ഡ്രൈവറോട് ചോദിച്ചിരുന്നു. പുള്ളിയൊക്കെ നമ്മുടെ ആം ആദ്മി പാർട്ടിയെ പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പഞ്ചാബ് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പഞ്ചാബിലെ ജനങ്ങൾക്ക് ഇപ്പം 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് ലഭിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സ്കൂളുകളിൽ പ്രവർത്തനം ഇപ്പൊ സാറ് പറഞ്ഞ ഈ സ്കൂള് പുതുതായിട്ട് സ്ഥാപിച്ചതാണോ അതോ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന സ്കൂളാണോ? പുതുതായിട്ട് എന്തെങ്കിലും ഒരു സ്കൂളോ അതിൻ്റെതായ പുതിയ ഡെവലപ്മെന്റ് എന്തെങ്കിലും കാണാനോ അറിയാനോ സാധിച്ചോ? ഞാൻ ഈ പറഞ്ഞത് ഒരു കോളേജാണ്. അതൊരു പാലസ് കോളേജായിട്ട് മാറ്റിയിരിക്കുകയാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പേര് ഓർക്കാൻ പറ്റണില്ല. അവിടെയാണ് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അന്ന് വൈകിട്ട് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 3 മണി 3:30 അതിലെ കടന്നു പോയത്. അന്ന് വൈകിട്ടാണ് അവിടെ മീറ്റിംഗ് ഉള്ളതെന്ന് പറയും. ഇതല്ല പഞ്ചാബ് അമൃത്സർ അല്ലാതെ വേറെ എവിടെയാണ് സാറ് പോയത്? പിന്നീട് ഞാൻ പോയത് രാജസ്ഥാൻ ജയ്പൂരാണ്. ജയ്പൂർ നമുക്ക് അവിടുത്തെ രാഷ്ട്രീയ ചുറ്റുപാടൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ജയ്പൂർ സിറ്റി വളരെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജയ്പൂർ സിറ്റിയിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ഭംഗിയായിട്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. ജയ്പൂര് ജനം ഇപ്പം പുതിയ BJP സർക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പൊ ജയ്പൂരിലുള്ളവർക്ക് 450 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. അതേസമയം ഗുജറാത്തിലുള്ളവർക്ക് 900 രൂപ തന്നെ കൊടുക്കണം. നമ്മൾ കേരളത്തിലുള്ളവർക്കും 900 രൂപ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനത്ത് പകുതി വിലയ്ക്കും മറ്റു സംസ്ഥാനങ്ങളിൽ മുഴുവൻ വിലയും കൊടുക്കേണ്ട ഒരു ഗതികേടിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഗ്യാസിന് ഒരു വിലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനം സ്പെഷ്യലായിട്ട് സബ്സിഡി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. വേറെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സാറിന് കാണാൻ പറ്റുന്നത്? കേരളവുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പഞ്ചാബിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയൊരു കാർഷിക സംസ്ഥാനമാണ്. നമ്മൾ കൃഷി നമ്മൾ കണ്ണെത്താ ദൂരം നെൽപ്പാടങ്ങൾ, ഗോതമ്പ് പാടങ്ങൾ, വലിയ കൃഷി, ഫുള്ളി ഇറിഗേറ്റഡ് ലാൻഡ്, എല്ലായിടത്തും ഇലക്ട്രിസിറ്റി. നമുക്കപ്പോൾ ഒരു ഭയങ്കര അതിശയം തോന്നും. നമുക്ക് കേരളത്തിൽ അങ്ങനെ നമുക്കൊരു കൃഷി സ്ഥലം കാണാൻ പറ്റത്തില്ല. കേരളത്തിൽ നിറയെ ആൾക്കാർ നിറയെ താമസിക്കുന്ന ഒരു അർബൻ ഏരിയ ആയിട്ടാണ് നമുക്ക് കേരളത്തെ കാണാൻ പറ്റുന്നത്. ഇതങ്ങനെയല്ല. ഇത് വളരെയധികം കാർഷിക സ്ഥലങ്ങളുണ്ട്. പിന്നെ സിറ്റികളിലെ ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്നു. രാജസ്ഥാനിലും ഇത് തന്നെ വലിയധികം കൃഷി സ്ഥലങ്ങൾ, ഭയങ്കര വലിയ തോതിൽ കൃഷി, ഇറിഗേറ്റഡ് ലാൻഡ്. നമുക്കതിന് അഭിമാനം തോന്നി. അവിടെ നിന്നാണ് നമുക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ വരുന്നത് എന്നൊരു തോന്നൽ നമുക്ക് ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നി. ആം ആദ്മി പ്രവർത്തനമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പാലായില് അല്ലെങ്കിൽ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പൊ ആർക്കാണ് സാർ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് സാറിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി? അല്ല, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പാർട്ടിയുടെ നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോ വോട്ട് ടു BJP തോപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ നമ്മുടെ ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ, LDFന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾ, അവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്.
അപ്പോൾ അത് മനസാക്ഷി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കണ്ടേക്കുന്നത്. പാർട്ടിയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ BJP യെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വോട്ട് ചെതറിപ്പോകാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ഒരു നിലപാട് എടുത്തേക്കുന്നത്. സ്ഥാനാർത്ഥി നിർത്താത്ത അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥികളെ നേരത്തെ എന്തെങ്കിലും ഒരു പരിചയമുണ്ടോ? ഇവരുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം സാറിന് നേരത്തെ അറിയാവോ? അപ്പൊ ഇവര് ഏതെങ്കിലും ഈ രണ്ട് സ്ഥാനാർത്ഥികളിൽ, രണ്ടല്ല മൂന്ന് സ്ഥാനാർത്ഥിയുണ്ട് എങ്കിൽ ഇന്ത്യ മുന്നണിയുടെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. ഇവർ ആരെയെങ്കിലും നേരിട്ട് എന്തെങ്കിലും ഒരു പരിചയമോ ഇവരുടെ ഏതെങ്കിലും പ്രവർത്തനം സാറിനെ ആകർഷിച്ചതായിട്ടുണ്ടോ? എനിക്ക് നേരിട്ട് അടുത്ത പരിചയമില്ല. അതായത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഒരു 2 വർഷം അടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുമായിട്ട് എനിക്ക് അടുത്ത് വ്യക്തിബന്ധങ്ങളോ പരിചയങ്ങളോ ഇല്ല. രണ്ടുപേരെയും എനിക്ക് അറിയാവുന്ന മാത്രം. രാഷ്ട്രീയം എന്നുള്ള നിലയിൽ രണ്ടുപേരെ അറിയാം. തുഷാർ വെള്ളാപ്പള്ളിയും കേട്ടിട്ടുണ്ട്. ഇവരുമായിട്ടൊന്നും എനിക്ക് അടുത്ത പരിചയങ്ങൾ ഇല്ല. പിന്നെ ഈ ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാദേശിക പാർട്ടികൾക്ക് ഒരു വിലയില്ല എന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത്. ആ ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. നമുക്ക് ബാങ്കിങ് രംഗം നോക്കിയാൽ അറിയാം, സഹകരണ ബാങ്കുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കിനൊന്നും ഒരു വലിയൊരു പ്രസക്തി ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ വോയിസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു.